all, welcome to Schooly. So it's me Shahla. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ടോപ്പിക്കുമായിട്ടാണ്. ഒരു അടിപൊളി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗോട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്, അതായത് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫ്രാക്ഷൻസ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നാലും ഇപ്പം ഈ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ചെറിയ കൺഫ്യൂഷൻസ് അതെല്ലാം നമുക്ക് അങ്ങ് ക്ലിയർ ചെയ്യണം ഇന്ന്. ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസിൽ വരുന്ന പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സ്ഡ് ഫ്രാക്ഷൻ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ചെറിയൊരു കൺഫ്യൂഷൻ അല്ലേ? യെസ്, ആ കൺഫ്യൂഷൻ നമുക്ക് ഇന്നങ്ങ് ക്ലിയർ ചെയ്താലോ? നമുക്കതങ്ങ് ശരിയാക്കി എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങളും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കൂലേ? അപ്പം എല്ലാവരും കറക്റ്റായിട്ട് എൻ്റെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമുക്കങ്ങ് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എൻ്റെ കയ്യിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പിസ്സ ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമല്ലേ പിസ്സ? ഓക്കെ, ഞാൻ എൻ്റെ കയ്യിൽ ആദ്യം ഒരു പിസ്സ ഉണ്ട്. ഓക്കെ, ആദ്യം എൻ്റെ കയ്യിൽ ഒരു പിസ്സ ഉണ്ട്. അപ്പം എനിക്കാണ് പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ പിസ്സേനെ ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ ഇതിൽ കാണുന്ന ഈ 3 പേര് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഈ 4 പേരുള്ളത് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ ആദ്യം വന്ന് ഈ 3 പേർക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ ആ പിസ്സേനെ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 4 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരു ഫുൾ പിസ്സയാണ്, അതിന് ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതല്ല, ആദ്യം തന്നെ ഞാൻ ഒരെണ്ണം എടുത്തങ്ങ് കഴിച്ചു. ഓക്കെ, ഒരു പീസ് ഞാൻ എടുത്തങ്ങ് കഴിച്ചു. ഞാൻ കഴിച്ച പിസ്സയുടെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4 അല്ലേ? അതെ, ഒരു കംപ്ലീറ്റ് പിസ്സേനെ ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിലൊരെണ്ണം, അതിനെയല്ലേ നമ്മൾ 1/4 എന്ന് എഴുതുക? യെസ്, അതിലൊരെണ്ണം ഞാൻ കഴിച്ചു. അപ്പം ഇതെല്ലാം എന്താ? ഇതൊക്കെ 1/4 തന്നെയാണ് അല്ലേ? ഈ 1/4 ഈ ഫ്രാക്ഷൻസ് ഇത് കംപ്ലീറ്റ്ലി ഞാൻ 3 പേർക്കാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് അപ്പുറത്തിരിക്കുന്ന ഈ 4 പേരെയും കൂടെ ഞാൻ കണ്ടത്. അപ്പം എന്ത് ചെയ്യണം? അവർക്കും കൊടുക്കേണ്ട ഇതുപോലെ വേണ്ടേ? അവർക്കും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പിസ്സേൻ്റെ ഈ ഒരു 1/4 പീസ് തന്നെ ആ 4 പേർക്കും കൂടെ കൊടുക്കണം. അപ്പം അതിനു വേണ്ടി ഞാൻ ഒരു പിസ്സയും കൂടെ ഓർഡർ ചെയ്തു. അപ്പം അത് വന്നു. ഞാൻ ഇതുപോലെ തന്നെ ഇതിനെയും 4 ആയിട്ട് കട്ട് ചെയ്തു. ഓൾറെഡി ഞാൻ കഴിച്ചതുകൊണ്ട് എനിക്കിനി വേണ്ട. അപ്പം ഇനി ഇവർക്ക് 4 പേർക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ അതിനെ 4 ആയിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തേ. ഓക്കെ, എന്നിട്ട് അതിൽ ഓരോ പീസ് എടുത്ത് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ടോട്ടലി എത്ര പേരുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്? സോ ഇതിൽ 7 പേരുണ്ടായിരുന്നു. 7 പേർക്കും ഞാൻ ആ പിസ്സ കറക്റ്റായിട്ട് കൊടുത്തു. അതായത് 7 പേർക്കും ഞാൻ 1/4 പീസ് വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ ടോട്ടലി 7/4. ഈ 2 ഫ്രാക്ഷൻ നോക്കി, അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ആദ്യം കൊടുത്ത ഫ്രാക്ഷനിൽ 3/4 എന്ന് പറഞ്ഞ ഫ്രാക്ഷനിൽ ഈ ഒരു കംപ്ലീറ്റ് പിസ്സയിൽ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഈ 3 എന്ന് പറയുന്നത് അല്ലേ? പക്ഷേ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ആ ഒരു 2 പിസ്സേനാണ് ഞാൻ 7/4 പീസാക്കി മാറ്റിയത്. ഓക്കെ, അതായത് 3/4 എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയാം. പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ സ്മോളർ ദാൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനേക്കാൾ കൂടുതലായിട്ടുള്ള നമ്പർ എവിടെ വരില്ല? ന്യൂമറേറ്ററിൽ വരില്ല. ഓക്കെ, ന്യൂമറേറ്റർ സ്മോൾ ആണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പൊ ന്യൂമറേറ്റർ എന്താ, ഡിനോമിനേറ്റർ എന്താ ഞാൻ പറയണമെന്നില്ലല്ലോ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷന്റെ മുകളിൽ എഴുതുന്ന പാർട്ടിനെയാണ് ന്യൂമറേറ്റർ എന്ന് പറയാം. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാലോ താഴെ എഴുതുന്നത് അല്ലേ? സോ ന്യൂമറേറ്ററിനെ ഞാൻ n എന്നും ഡിനോമിനേറ്ററിനെ ഞാൻ d എന്നും കൊടുത്തു. n/d. ഓക്കെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. സോ ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡിനോമിനേറ്റർ ആണെങ്കിൽ, ഓക്കെ, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം. കിട്ടിയോ ഇപ്പോൾ? അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുതായിരിക്കും എന്തിനേക്കാൾ? ഡിനോമിനേറ്ററിനേക്കാൾ. പ്രോപ്പറോ? ന്യൂമറേറ്റർ ചെറുതായിരിക്കും, ഡിനോമിനേറ്ററിനേക്കാൾ ചെറിയ നമ്പർ ആയിരിക്കും ന്യൂമറേറ്ററിൽ. ഇനി അതിലൊരു മിസ്റ്റേക്ക് വരരുത്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. യെസ്, ഇനി അടുത്ത നോക്കിയേ, മിക്സ്ഡ് ഫ്രാക്ഷൻ, മിക്സ്ഡ് നമ്പേഴ്സ്. എന്താ ഈ മിക്സ്ഡ് നമ്പേഴ്സ്? നമുക്ക് നോക്കാം. ഇവിടെ ഒരു സർക്കിളിനകത്ത് 2 പീസ് വെച്ചിട്ടുണ്ട്.
അല്ലേ? 2 പീസ വെച്ചിട്ട് ഒരു ഫുൾ പീസ. അതിൽ പീസ ആക്കി മാറ്റി വെച്ചിട്ടൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു കംപ്ലീറ്റ് 2 പീസ വെച്ചു. സോ അതൊരു കംപ്ലീറ്റ് പോർഷൻ അല്ലേ? അതിന് നമുക്ക് എന്ത് എഴുതാം? 2 എന്ന് എഴുതാം അല്ലെ? 2 പീസ അല്ലേ? യെസ്. ഇനി ഇവിടെ ഇരിക്കുന്ന എന്താ? വേറൊരു പീസയുടെ ഒരു സ്മോൾ പോർഷൻ, അതായത് 4 പാർട്ടിൽ ഒരു പാർട്ട് മാത്രമാണിത്. 1/4. ഇനി ഈ ഒരു ഫ്രാക്ഷൻ എങ്ങനെയാ വരുന്നത്? 2 1/4. 2 1/4 എന്ന് പറഞ്ഞാൽ എന്താ? മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇതിൽ ഒരു ഹോൾ നമ്പർ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ഒരു ഹോൾ നമ്പറും പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷനും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഫ്രാക്ഷൻസ് കിട്ടിയോ? ഫ്രാക്ഷൻസിന്റെ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ്, ടൈപ്സ് എന്തൊക്കെ ടൈപ്സ് നമ്മൾ പഠിച്ച്? പ്രോപ്പർ, ഇംപ്രോപ്പർ ആൻഡ് മിക്സ്ഡ് ഫ്രാക്ഷൻ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ്ലി ഒരു സർക്കിളിനെ 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അതിൽ കുറച്ച് പീസ്, ഓക്കെ, അതിൽ കുറച്ച് പാർട്ട്, അതിനെയാണ് എന്ത് പറയാ? യെസ്, പ്രോപ്പർ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ എപ്പോഴും ഡിനോമിനേറ്ററിനേക്കാൾ സ്മോൾ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ സ്മോളർ ദാൻ ദ ഡിനോമിനേറ്റർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ്. ന്യൂമറേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ഡിനോമിനേറ്റർ. ഓക്കെ, ന്യൂമറേറ്റർ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ഡിനോമിനേറ്ററിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് ഇംപ്രോപ്പർ എന്ന് പറയാം. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു ഹോൾ നമ്പറും ഒരു ഫുള്ളും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സ്മോൾ പീസും ഒരു ഫുള്ളും, ഇതിനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനും അതുപോലെ ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ്റെയും പിക്ചർ നോക്കി. ഇത് രണ്ടും സെയിം അല്ലേ? 2 കളറിൽ കൊടുത്തിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. ഒരെണ്ണം യെല്ലോ കളർ കൊടുത്തു, ഒരെണ്ണം ഗ്രീൻ കളർ കൊടുത്തു. പക്ഷെ ഇവിടെ എഴുതിയ ഫ്രാക്ഷൻസ് ഡിഫറെന്റ് അല്ലേ? 8/6 എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ 1 2/6 എന്ന് എഴുതിയിട്ടുണ്ട്. യെസ്, ഇത് രണ്ടും ഈക്വൽ തന്നെയാ. 8/6 എന്ന് പറഞ്ഞാലും 1 2/6 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നോക്കാം, ഇവിടെ 8/6 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു കംപ്ലീറ്റ് സർക്കിളിനെ ഞാൻ എന്ത് ചെയ്തു? 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? ഓക്കെ, ഇവിടെ 1/6 1/6 1/6, ഇവിടെയും വന്നു 1/6. ഇതും 1/6 ആണ്, ഇതും 1/6 ആണ്. അപ്പൊ ടോട്ടലി എത്ര പീസാ വന്നേ? 1 2 3 4 5 6 7 8. ഓക്കെ, 8 1/6 വന്നു അല്ലേ? 8 എന്ത് വന്നു? 8 1/6 വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ 8/6 എന്ന് എഴുതിയിരിക്കുന്നത്. അത് തന്നെയല്ല ഇവിടെ എഴുതിയേ. ഇവിടെയും 8 1/6 വന്നു, പക്ഷെ ഇവിടെ 8/6 എന്ന് എഴുതിയില്ല. ഇവിടെ എന്താ എഴുതിയേ? ഈ ഒരു 6 ആദ്യം നമ്മൾ ഈ ഒരു കംപ്ലീറ്റിനെ ഒരുമിച്ച് ചെയ്തു. 6 1/6 എന്ന് എഴുതിയില്ലേ? ഓക്കെ, 6 1/6 എന്ന് ആദ്യം ഞാൻ എഴുതി. അപ്പൊ ഇത് എത്രയാ? 6/6. അതിൻ്റെ കൂടെ 6/6 കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്കതിന് 1 എന്ന് കൊടുക്കാം. പിന്നെ ഈ സ്മോൾ പീസിന് ഞാൻ എന്ത് ചെയ്തു? 2/6 എന്ന് എഴുതി. ഓക്കെ, 2 1/6 അതുകൊണ്ട് 2/6 എന്ന് എഴുതി. ഇത് രണ്ടും സെയിം ആണ്. 8/6 1 2/6 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. ഓക്കെ, അതിനെ നമുക്ക് കൺവേർട്ട് ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. യെസ്, ഓക്കെ, അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്? മിക്സ്ഡ് ഫ്രാക്ഷൻ എന്താണ്? പഠിച്ചോ? പ്രോപ്പർ ഫ്രാക്ഷൻസിന് എക്സാമ്പിൾ ആണ് 1/2 3/8 4/7. ഇവിടേക്ക് നോക്കിയ ന്യൂമറേറ്റർ എന്താണ്? സ്മോളർ ദാൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനേക്കാൾ ചെറിയ നമ്പർ ആണ് ന്യൂമറേറ്ററിൽ ഉള്ളത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിലോ 3/2 6/5 9/4 ഇങ്ങനെയുള്ള നമ്പേഴ്സാ. ഇവിടുത്തെ പ്രത്യേകത എന്താ? ന്യൂമറേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ ദ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്താണ്? ഡിനോമിനേറ്ററിനേക്കാൾ ബിഗ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ 1 1/2 4 2/5
2 3/5 ഇങ്ങനെയാണ് ഫ്രാക്ഷൻസ് വന്നത്. അതായത് അതിലൊരു ഹോൾ നമ്പർ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷൻ ഉണ്ടായിരിക്കും. ആ രണ്ടാമത് എഴുതുന്ന ഫ്രാക്ഷൻ എപ്പോഴും പ്രോപ്പർ ആയിരിക്കും അല്ലേ? യെസ്, ഒരു ഹോൾ നമ്പറും ആൻഡ് പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഈ പോർഷൻസ് പഠിച്ചല്ലോ. ഇനി ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻ, രണ്ട് പിക്ചർ ഉണ്ട് അല്ലേ? രണ്ട് പിക്ചറിലും രണ്ട് ഡിഫറെന്റ് ഫ്രാക്ഷൻസ് എഴുതി. 9/4 ഇവിടെ 2 1/4. പക്ഷെ പിക്ചറിൽ സെയിമാ. ഈ ആദ്യം കാണിച്ചിരിക്കും ഞാൻ കറക്റ്റ് ആയിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഇതിലൊരു പീസ് മാത്രം എടുത്തത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇതിൽ കട്ട് ചെയ്തതേ ഇല്ല, ഇത് കംപ്ലീറ്റ് എടുത്തു. അതിനെ നമുക്ക് രണ്ടായിട്ട് തന്നെ എടുക്കാം. രണ്ട് ഫുൾ പീസേ ആയിട്ട് എടുത്തു. പിന്നെ ചെയ്തോ, ആ ഒരു സ്മോൾ പീസിനെ കട്ട് ചെയ്തു 1/4 പീസാക്കി എടുത്തു. അതായത് 2 1/4. ഇനി ഇതിനെ എങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ? യെസ്, അതും കൂടെ നമുക്ക് നോക്കണം. നമ്മൾ അതുവരെ പഠിച്ചില്ല എങ്ങനെയാണ് ഈ ഒരു 2 1/4 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ എന്താക്കി മാറ്റാം, 9/4 ആക്കി മാറ്റുന്നത്. അതുപോലെ 9/4നെ എങ്ങനെ 2 1/4 ആക്കി മാറ്റാം. ഇത് ഈക്വൽ ആണെന്ന് മാത്രം നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് ഈക്വൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ കൺവേർട്ട് ചെയ്യണ്ടേ? 9/4 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഇത് എന്ത് ഫ്രാക്ഷനാ? ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? ഓക്കെ, ഇതിനെ നമ്മൾ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഈ 9നെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ട്? 4 കൊണ്ട് നമ്മൾ നോർമൽ ഡിവൈഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് എത്ര ടൈം വന്നിട്ടുണ്ട് 4 9ൽ? ഇതിൽ 2 ടൈം 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. റിമൈൻഡർ വരുന്നത് 1 ആണ് അല്ലേ? യെസ്. അപ്പോൾ 9/4 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കോഷ്യന്റ്. റിമൈൻഡർ 1 ആണ്. ബൈ ഡിവൈസർ എത്രയാ? 4. അപ്പോൾ എന്താ എഴുതിയേ? കോഷ്യന്റ് റിമൈൻഡർ ബൈ ഡിവൈസർ. ഈ ഒരു ഫോമിലോട്ട് ഞാൻ മാറ്റി. ഇതിൽ എങ്ങനെയാണ് ഈ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റിയെന്ന് മനസ്സിലായോ? ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ? യെസ്, മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഈ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ ഞാൻ എന്ത് ചെയ്തു, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി. എങ്ങനെ? ഈ ഡിവിഷൻ ചെയ്തിട്ട്, നോർമൽ ഡിവിഷൻ ചെയ്തിട്ട് ഇതിനെ മാറ്റി. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നു ഒരെണ്ണം, അത് ഏതായിരുന്നു? 8/6 എന്ന് പറയുന്ന ഈ ഒരു ഫ്രാക്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം. 8നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര ടൈം 8 വന്നിട്ടുണ്ട്? ഇത് 6 വന്നിട്ടുണ്ട് 8ൽ. 1 ടൈം 6 6. സോ റിമൈൻസ് 2. ഓക്കെ, 2 ആണ് റിമൈൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എങ്ങനെയാ ഞാൻ ആൻസർ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്? കോഷ്യന്റ് റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഡിവൈസർ. ഓക്കെ, ആൻസർ ആയില്ലേ? 1 2/6 നമുക്ക് വന്ന് കിട്ടിയ ആൻസർ ആണ്. 1 2/6 നമ്മുടെ ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. 1 2/6. ഈ ഒരു കൺവേർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം തരാം. അത് നിങ്ങൾ സോൾവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരില്ലേ? ഞാനൊരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഈസി ആയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഫ്രാക്ഷൻ ഇതാണ്, 7/4. നമ്മൾ ഓൾറെഡി പഠിച്ചതാണിത്. ഈ ഒരു ഫ്രാക്ഷനെ എങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി റൈറ്റ് ചെയ്യുന്നത്? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി ഇതിനെ മാറ്റണം. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ എന്ത് ചെയ്യണം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി നിങ്ങൾ മാറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു കേസ് പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് നോക്കാം. മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ് തരുന്നതെങ്കിൽ ഓക്കെ, എന്താണ്? മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി മാറ്റണം. ഓക്കെ, ഇംപ്രോപ്പർ ആക്കി മാറ്റാൻ പോവാ. അപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. 2
1/4. ഓക്കെ, 2 1/4 ആണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. ഇവിടെ നിങ്ങൾ കണ്ണും കൂടി നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, ഒന്നും ചെയ്യണ്ട. 2 into 4 പ്ലസ് 1 കംപ്ലീറ്റ് ആയി. 2 into 4 പ്ലസ് 1 ചെയ്ത ഫൈനൽ ആൻസർ ആയി ഇത്. ഓക്കെ, ഇത് എങ്ങനെയാണ് കറക്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ. സോ 2 into 4 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 2 into 4 പ്ലസ് 1 എന്താണിത്? 8 plus 1. യെസ്, 8 plus 1 by കംപ്ലീറ്റ്ലി താഴെയുള്ള 4. ഓക്കെ, സോ ദിസ് ഈസ് 9/4. ഓക്കെ, ക്ലിയർ ആയോ? 2 into 4 plus 1 by 4. ഫൈനൽ ആൻസർ 9/4. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1 2/6 ആണ് നമ്പർ എങ്കിൽ 1 into 6 plus 2 by 6. എന്താ ചെയ്യേണ്ടത്? 1 into 6 പ്ലസ് 2 by 6 ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 6 plus 2 8/6. ഓക്കെ, അങ്ങനെയാണല്ലോ. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയി. യെസ്, ഇതിൽ എങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി മാറ്റുന്നത് പഠിച്ചില്ലേ? മുകളിലുള്ള ആ ഒരു ഹോൾ നമ്പറിന്റെ കൂടെ താഴെ ഇരിക്കുന്ന ഡിവൈസറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാം കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ് ആൻസർ എന്ന്. അത് തന്നെയാണ് ചെയ്യുന്നത്. യെസ്, അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? കോഷ്യന്റ് ഇൻറ്റു റിമൈൻഡർ, കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ, ഇതിലും ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആൻസർ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, പറഞ്ഞു തരില്ലേ? യെസ്, ഓക്കെ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 3 1/4 ഇതിനെ എങ്ങനെയാണ് എന്താക്കി മാറ്റണ്ടേ? ഇംപ്രോപ്പർ ഫ്രാക്കി മാറ്റണ്ടേ? ഓക്കെ, ഇതിന്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എത്രയാണ്? പെട്ടെന്ന് കംപ്ലീറ്റ് ആൻസർ കണ്ടുപിടിച്ച് കമന്റ് ബോക്സിലിട്ടെ. എല്ലാവരും ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ കമന്റ് ബോക്സിലിട്ടാ കേട്ടോ. സോ അപ്പോൾ ഇന്ന് പഠിച്ചിരിക്കുന്ന പോർഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മിക്സ്ഡ് ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ, ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തു. അതുപോലെ കൺവേർഷനും പഠിച്ചില്ല ഇത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ദെൻ ബൈ, താങ്ക് യു.